ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തു കാണിക്കുന്നത് ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വാനില കസ്റ്റാർഡ് കുക്കീസ്. നമുക്കിത് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾക്ക് കമൻസായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെ നമുക്ക് ആയിട്ടൊരു വാനില കസ്റ്റാർഡ് കുക്കീസ് റെഡിയാക്കാമെന്ന് നോക്കാം. കപ്പ് മൈദ, അര കപ്പ് പൊടിച്ച പഞ്ചസാര, 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 മുട്ട, 8 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 8 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാര, അതായത് അര കപ്പ് അല്ലെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും അതുപോലെ തന്നെ ബട്ടറും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനി ബട്ടറിന് പകരം വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ കൂടുതലും ബിസ്ക്കറ്റിനൊക്കെ നല്ലത് ബട്ടർ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു 10 മിനിറ്റെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലൂസായിട്ട് പോകുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്യാം. ഇനി അതല്ല ബട്ടർ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബട്ടർ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരുപാട് ഡ്രൈ ആയി പോകാൻ പാടില്ല. കാരണം നമ്മൾ അല്ലെങ്കിൽ ഇനി ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ബട്ടറൊക്കെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ചും കൂടെ നമുക്ക് കുഴക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് ബോൾസ് ആക്കിയിട്ട് നമുക്കത് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കി നമുക്കൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ബോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ പഞ്ചസാരയിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് എടുക്കാം. ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും നമുക്ക് ഈ ബിസ്ക്കറ്റിന്. കണ്ടോ? ഒരുപാട് കനം പാടില്ല കേട്ടോ ബിസ്ക്കറ്റിന്, കാരണം അത് നമുക്ക് പിന്നെ ബേക്കായി കിട്ടാനായിട്ട് നമുക്കത് താമസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കനത്തിൽ മതി. ഇനി നമുക്കിത് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അതായത് ട്രേയിൽ നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബിസ്ക്കറ്റ്സ് ഓരോന്നായിട്ട് നിരത്തി വെക്കുക. അപ്പോൾ ഓരോ ബിസ്ക്കറ്റിൻ്റെ ഇടയിൽ സ്പേസ് വേണം, കാരണം ഇതൊന്ന് ബേക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ടോ? ഇതുപോലെ നമ്മൾ ബോൾസ് ആക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ പഞ്ചസാരയിൽ ഇങ്ങനെ റോൾ ചെയ്തെടുത്തു. ഇനി നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈഡൊന്നും ഇത് കണ്ടു. പിന്നെ എനിക്ക് സൈഡൊന്നും പൊട്ടി പോകുന്നില്ല, ഒട്ടും വിണ്ടൊന്നും പോകുന്നില്ല. അതായത് നമുക്ക് ബട്ടറൊക്കെ കറക്റ്റാണ്. അപ്പം നനവ് കുറവുണ്ടെങ്കിലാണ് നമുക്ക് ഈ സൈഡെല്ലാം ഇതുപോലെ ഇങ്ങനെ വിണ്ട് പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണം, വിണ്ട് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ബട്ടർ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബട്ടർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ബിസ്ക്കറ്റ്സും.
ഇനി നമുക്കിത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു 180 ഡിഗ്രിയിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് ടൈം ചിലപ്പോൾ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ വാനില കസ്റ്റാർഡ് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓവനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അത് കുഴപ്പമില്ല, തണുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ രീതിയിൽ കിട്ടും. അപ്പോൾ എപ്പോഴും തണുത്തതിന് ശേഷം മാത്രം ബിസ്ക്കറ്റ് നമുക്ക് ട്രെയിൽ നിന്ന് എടുക്കുമ്പോഴായാലും തണുത്തതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻസ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്